Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് എന്നാ പരിഭവവും പരാതികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പരിഭവവും പരാതിയും വരുന്നുണ്ടല്ലോ, ഇഷ്ടം കൂടുമ്പോഴാണ് അത് വരുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ മിക്കവർക്കും ഇപ്പം എന്നോട് പരാതിയില്ല. കാര്യം നമ്മളിവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് വെജും നോൺ വെജും എല്ലാം ചെയ്യുന്നുണ്ട്. അന്നേരം പിന്നെ ആർക്കും പരാതി വരാൻ ചാൻസ് ഇല്ല. പരാതി വരരുത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ഡിഷസ് ആയിട്ട് കണ്ടുപിടിച്ചേച്ച് നമ്മളിവിടെ ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ദം ആലു ആണ് ചെയ്യാൻ പോകുന്നത്. ദം ആലു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദമ്മ ഇടുകയല്ല, പക്ഷേ അതിൻ്റെ ഒരു ഗ്രേവിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിയോ ഈവൻ പുലാവോ ഏതാണെന്ന് വെച്ചാൽ കഴിക്കാൻ നോക്കും. ഇതൊരു ബിരിയാണി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇത് ഗ്രേവി ആയിട്ട് എടുക്കുന്നതായിരിക്കും എളുപ്പം. ഇതിന് വേണ്ടത് ശരിക്കും ബേബി പൊട്ടറ്റോസാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ പൊട്ടറ്റോ എടുത്തേച്ചൊന്ന് മുറിച്ച് മാറ്റിയാലും മതി. ഇതിപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് തീരെ ബേബി അല്ല, എന്ന് വെച്ചിട്ട് വലുതുമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിനെ മുറിക്കുക അന്നേരം ഒന്നും കാണത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ മുറിക്കാം കേട്ടോ. ഇനി എന്താ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടതെന്ന് വെച്ചാൽ എഴുതിക്കോ. കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണേ, തൈര്, ഇത് ശരിക്കും വറ്റൽമുളക് അരച്ച് എടുത്തേക്കുന്നതാണേ, ഇഞ്ചിയുടെ പൊടി കിട്ടും. ഇഞ്ചിയുടെ പൊടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി അരച്ച് ചേർത്തേച്ചാലും മതി. പിന്നെ ഇച്ചിരി ഉപ്പ്, കായം, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് കുറച്ച് പട്ട പൊടിച്ചതാണ്. പട്ട പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് പട്ടയുടെ ഒരു കഷ്ണം ഇട്ടേച്ചാലും മതി. പിന്നെ കുറച്ച് ഇഞ്ചി. ഇതിനകത്ത് മൊത്തം ഇഞ്ചിയുടെ കളിയാണ് എന്നും പറഞ്ഞിട്ട് ഇഞ്ചി ഒരുപാട് ആക്കണ്ട. നമുക്ക് ആ ടേസ്റ്റ് നോക്കി ചേർത്തേച്ചാൽ മതി. കാരണം ഇഞ്ചി പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇഞ്ചിയുടെ ഒരു ഇത് കുറച്ച് മുന്നായിട്ട് നിൽക്കും. അപ്പോൾ അത്രയും വേണ്ട, ഒരു നമ്മൾ ടേസ്റ്റ് നോക്കുമല്ലേ, അതനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കിയേക്കല്ലേ. ഈ എണ്ണ എന്നാത്തിനാണ് ഒഴിക്കുന്നതെന്നറിയോ? ആദ്യം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇച്ചിരി വറുത്തെടുക്കണം. ഒന്നെങ്കിൽ ഇച്ചിരി എന്നാ പറയുക, ഏതെങ്കിലും ഒരു പൊടി ഇട്ടേച്ച് വറുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഡീപ് ഫ്രൈ ആക്കി എടുക്കാം. പക്ഷെ വറുക്കുന്നത് കുറച്ചൊരു ഡീപ് ഫ്രൈ ആയാൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഇത്രയും മുഴുത്തതായിട്ട് ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് മുറിച്ചേച്ചിട്ടോ, കീറിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, 4 ക്യൂബ്സ് ആക്കിയിട്ടാലും കുഴപ്പമില്ല. ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത്. എണ്ണ ഒത്തിരി ചൂടായിട്ട് ഞാൻ ഇത് ഇടുവാണെങ്കിൽ ഇതെല്ലാം എൻ്റെ മേത്തോട്ട് പൊട്ടിത്തെറിക്കും. ഈ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച് വേവിച്ചു. അന്നേരം ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്കൊന്നും ഉപ്പെല്ലാം ഒന്ന് പിടിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗ്രേവിക്കകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഇതിനകത്ത് ഇടാതെ പോയാൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലോട്ടൊന്നും പിടിക്കുകയില്ല. അന്നേരം ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചു. ബേബി പൊട്ടറ്റോസാണ് ഏറ്റവും നല്ലത്. ഫ്രൈ ചെയ്തേച്ച് ഇച്ചിരി ഒന്ന് മുറിക്കുന്ന ആ കുറച്ചുകൂടെ നല്ല എന്നാന്നറിയോ, ചിലപ്പോൾ എങ്ങാനും പൊടിഞ്ഞു പോയാൽ എണ്ണ എടുക്കും. ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല അസൽ ഫ്രൈ ആയിട്ട്, എന്നാന്ന് പറഞ്ഞ് മീനൊക്കെ വറുത്തെടുക്കുന്നതോട് അങ്ങനെ അങ്ങ് വറുത്തെടുക്കല്ലേ, എന്നാൽ ഒന്ന് മൊരിയേം വേണേ എല്ലാ സൈഡും. ഈ സമയം കൊണ്ട് ഇത് വറുക്കുന്ന സമയം എന്നാ ചെയ്യണമെന്ന് പറയാം, നമുക്കൊരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കാവേ. അതിന് ഒരു ഇച്ചിരി തൈരല്ല, ഒരു എന്നാ പറയുക, പുളിയില്ലാത്ത ആന്നേലും ഒരു വലിയ സ്പൂൺ തന്നെ എടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുളക് അരച്ചത്, എരിവ് കണക്കാക്കി വേണം ഇതെടുക്കാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊരു 2 ടീസ്പൂണോളം ഇട്ടിട്ട് മറ്റേ പൊടിയും 2 ഇടാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഇഞ്ചിയുടെ പൊടി ഒരു ഇച്ചിരി ഇട്ടാൽ മതിയേ. കാര്യം നമ്മൾ പിന്നെ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇത്രയത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ്.
പൊട്ടറ്റോ ശരിക്കും ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡീപ്പ് ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗുലാബ് ജാം ഒക്കെ വറുത്തെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അത്രയും ഡീപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് അത്രയും വേണ്ട, ഒരു സാധാ ഒരു ബ്രൗൺ അയച്ചാൽ മതി. ശരിക്കും ദം ആലു വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബേബി പൊട്ടാറ്റോസ് ഇടുന്നത്. പക്ഷെ ഞാൻ പോയിട്ട് എനിക്കത് കിട്ടിയില്ല. പിന്നെ എന്നാ ചെയ്യാൻ നോക്കും, പിന്നെ ഉള്ളതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ ഉള്ളതിൽ ഇങ്ങനെ നുള്ളിപ്പെറുക്കി എടുക്കല്ലേ എന്ന് പറഞ്ഞ കൂട്ട് എടുത്തതാട്ടോ അത്. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് കായം, ഒരുപാട് കായമല്ല, അതിൻ്റെ ഒരു മണം വരാനായിട്ടുള്ള ഒരു ഇച്ചിരി കായം, കുറച്ച് മുളക് പൊടി, അതായത് 2 സ്പൂൺ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു, അതിൻ്റെ ബാക്കി 2 സ്പൂണും കൂടെ, കുറച്ച് മല്ലിപ്പൊടി, അതും 2 ടീസ്പൂണാ. പട്ടയുടെ പൊടി ഇടുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. പട്ട ഇനി കഷ്ണമായിട്ട് ഇടുവാന്നേലും അതൊരു കുഞ്ഞായിട്ട് പൊട്ടിച്ചിട്ടേച്ചാൽ മതി. അല്ലെങ്കിൽ ഇഞ്ചിയുടെയും പട്ടയുടെയും ഒക്കെ ഉണ്ടല്ലോ രുചിയിൽ ഇച്ചിരി അതിങ്ങനെ കറിയൊക്കെ മുന്നേ ആയിട്ട് നിൽക്കും. അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കറി കഴിക്കുമ്പോഴത്തേക്ക് സ്വാദ് മുന്നേ വരുന്നത്. പൊടി അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തൈര് ചേർക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തൈര് ചേർക്കുന്നത് പുളിയില്ലാത്ത തൈരായിരിക്കണം. എന്നാന്നറിയാവോ, ഈ തൈരാണോ ഇതിൻ്റെ ശരിക്കും ഗ്രേവി ആക്കുന്നത്. അന്നേരം ഒത്തിരി തൈര് ഇതിന് ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വെള്ളവും ചേർക്കുക. പക്ഷേ എന്നാലും ഗ്രേവി എന്ന് പറയുന്ന സാധാരണഗതിയിൽ എന്നാ ചെയ്യുന്നത്, നമ്മൾ ഉള്ളിയും തക്കാളി എല്ലാം ആയിട്ട് വഴറ്റിയേച്ചാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് ഗ്രേവി ആക്കുന്നത് എന്നാന്ന് വെച്ചാൽ തൈരാണ്. അതുകൊണ്ട് തൈര് ഒരുപാട് പുളിയുള്ള സാധനം എടുക്കരുത്. തൈരിന് മാക്സിമം പുളി കുറച്ചെടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഗ്രേവിക്കായിട്ട് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മാക്സിമം തൈര് വേണം എന്ന് ഞാൻ പറഞ്ഞത് ചുരുക്കം. പിന്നെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇതിനകത്തോട്ട് അങ്ങിടണം. അഥവാ ഗ്രേവി ഇച്ചിരി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇരിക്കുന്ന ഉരുളക്കിഴങ്ങിന് അത്രയും പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഇച്ചിരി ഇതുപോലെ എനിക്ക് കിട്ടിയ പോലത്തെ ഇച്ചിരി മുഴുത്ത ഉരുളക്കിഴങ്ങ് കിട്ടുന്നതെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഒന്ന് മുറിച്ചിടാം. അതല്ല ഇത് ഫുള്ളായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ബേബി പൊട്ടറ്റോസ് ആണെങ്കിലും ഒന്നും ചെയ്യേണ്ട, അത് അങ്ങനെ അങ്ങ് ഇട്ടേച്ചാൽ മതി. പിന്നെ ധാരാളം മല്ലിയിലയും ഈ പറഞ്ഞ പോലെ പുതിന ഇലയൊക്കെ ഇടുവാന്നേലും നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി പോരാന്ന് തോന്നുവാന്നുവെങ്കിൽ ഇതേപോലെ തൈര് ഒന്നുകൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കൂട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തേച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നതിന് മുന്നേ ഒന്ന് ചേർത്ത് കൊടുത്തേച്ച് തിളച്ചേച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടേച്ചാൽ മതി. എന്തായാലും ഇതിന് നല്ല ഗ്രേവി വേണം. ഗ്രേവി എന്ന് പറയുന്നത് നമ്മുടെ ഈ തൈരിൻ്റെ കൂട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങിനകത്തെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. എന്നാന്നോ, ഒരു ടൂത്ത് പീക്ക് വെച്ച് ഉരുളക്കിഴങ്ങ് മുഴുവൻ കുത്തി കഴിയുമ്പോഴത്തേക്ക്, അതും വറുത്തതിന് ശേഷം, അതിന് മുന്നേ കുത്തല്ല, എല്ലാം കൂടെ പൊടിഞ്ഞു പോരും. വറുത്ത് കഴിയുമ്പം അതിനകത്ത് നല്ലോണം ഒന്ന് കുത്തുവാന്നേൽ നമ്മൾ ഈ ചേർത്തേക്കുന്ന മസാല എല്ലാം ഉരുളക്കിഴങ്ങിനകത്തോട്ട് പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കുമേ. അഥവാ നമ്മുടെ ഗ്രേവിക്ക് ഒരു ഇച്ചിരി തിക്നെസ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തേച്ച് നല്ലോണം ഉടയ്ക്കണേ. നല്ലോണം ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് പോലെ. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി തൈര് എടുത്തേച്ച്, തൈര് എടുത്തേച്ച് ഒരു ഉരുളക്കിഴങ്ങ് പൊട്ടിച്ച് മിക്സിയിലിട്ടേച്ച് തൈരും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. നല്ല തിക്ക് ഗ്രേവി കിട്ടും. തിക്ക് ഗ്രേവി അഥവാ അങ്ങനെ ഒന്നും ചെയ്യാതെ കിട്ടാനാണ്, ഡയറക്റ്റായിട്ട് കിട്ടാനാണെങ്കിൽ
ചെറിയ ഫ്ലെയിമേ വെച്ചേച്ച് കുറച്ച് നേരം അത് വേവാനായിട്ട് വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ബേസിക്കലി ഒരു സ്റ്റാർച്ചാണ്. അന്നേരം അത് നല്ലോണം അത് എന്നാ പറയുക കുറുകി വരാനായിട്ട് സഹായിക്കും. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങും ഈ കാര്യങ്ങളും ഒന്നും അടിച്ച് ചേർക്കുന്നു ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെതായ സമയം കൊടുത്തല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞു നമ്മൾ ആ ദം ആലുവിനകത്ത് ഉള്ളി അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നല്ല ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി വരുന്നത് ശരിക്കും തൈരിൻ്റെ കൂടെ ഒരുപാട് ചേർക്കുമ്പോഴാണ് ആ ഗ്രേവി വരുന്നത്. അതൊട്ടും മറന്നു പോകരുത്. അവസാനം ഇച്ചിരി തൈരും ചേർത്ത് വെച്ചോ ഇത് ഗ്രേവി ഒന്നുമില്ല ചുമ്മാ പെരണ്ട വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞേക്കല്ല. അതുകൊണ്ട് തൈര് ചേർക്കുന്നത് ശ്രദ്ധിക്കുക. തൈര് പുളിയും അധികം ഉണ്ടാവരുത്. അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. ഇന്ന് ഇതുണ്ടാക്കുന്ന സമയത്ത് ആനീസ് കിച്ചണിലെ ഗസ്റ്റിനെ പറയാൻ മറന്നുപോയി. നമ്മുടെ ആനീസ് കിച്ചണിൽ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാർ വന്നിട്ടുണ്ട്, സയൻറ്റിസ്റ്റ് വന്നിട്ടുണ്ട്, സെലിബ്രിറ്റീസ് ഇഷ്ടംപോലെ FLM ഫീൽഡിൽ നിന്നും അല്ലാതെയും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇന്നത്തെ യൂത്തിന് ഭയങ്കര ഇഷ്ടമുള്ളതും ഒരുപാട് യൂത്തിന് അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസമല്ല ആണ്. ആനീസ് കിച്ചണിൽ ഇന്ന് വരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവ തുർക്കിയാണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്ന യങ് ടർക്ക്. അത് വേറെ ആരുമല്ല VT ബൽറാമാണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. VT ബൽറാമിന് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടല്ലോ. യൂത്തിൻ്റെ എല്ലാ വിഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ തന്നെ ഏറ്റവും വലിയ വിഭാഗം ചെറുപ്പക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ കാര്യങ്ങളാണ് ഭാവിയിലെ നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ തന്നെ രൂപപ്പെടുത്തുക. അപ്പോൾ അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ടേസ്റ്റ് അതൊക്കെ വളരെ പ്രധാനമാണ്. അവർ ഏതെല്ലാം നേരം ഭക്ഷണം കഴിക്കുന്നു, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ നല്ലൊരു വഴി കൂടെ തന്നെ അവരെ നടത്താനാണ്. എന്നാ പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ശരിക്കും ഇവിടെ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് അവരെല്ലാവരും വന്നിട്ടുണ്ട്, ഒരുപാട് പൊളിറ്റീഷ്യൻസ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റീസ് വരുവാണെങ്കിൽ നമുക്ക് അവരുടെ വിശേഷം ചോദിക്കാം, ഇപ്പോഴത്തെ പ്രോജക്റ്റ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എന്നാന്ന് ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൽറാമിൻ്റെ അടുത്ത് എന്നാ ചോദിക്കേണ്ടതെന്നുള്ളത് എനിക്ക് അറിയാൻ മേല. ഇപ്പം ശരിക്കും ചോദിക്കുകയാണെങ്കിൽ താങ്കളുടെ മണ്ഡലത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും സുഖവിശേഷങ്ങൾ അന്വേഷിക്കാൻ ആദ്യം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിലെ ആളുകളുടെ സന്തോഷം, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആഗ്രഹം, ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള നമ്മുടെ ഒരു അപ്രോച്ച്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകം അതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള ഓരോ പ്രവർത്തനം ഓരോ ദിവസവും ഉണ്ടാവും. അപ്പൊ ഒരു പുതിയ പ്രോജക്റ്റ് എന്നുള്ള അർത്ഥത്തിലൊന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഓൾമോസ്റ്റ് റൊട്ടീൻ രീതിയിലുള്ള പ്രവർത്തനമാണ്. ദിവസം രാവിലെ തൊട്ട് വിസിറ്റേഴ്സ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും. ശരിക്കും ബൽറാം ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. കെമിസ്ട്രിയിൽ നല്ലൊരു ബിരുദം എടുത്തിട്ടുണ്ട്, BTech എടുത്തിട്ടുണ്ട്, LLB എടുത്തിട്ടുണ്ട്, MBA എടുത്തിട്ടുണ്ട്. ഇത്ര ശരിക്കും പറഞ്ഞ ഇതെല്ലാം എടുത്തിട്ട് ഗ്രാജുവേഷൻസ് എല്ലാം എടുത്തിട്ട് പിന്നെ രാഷ്ട്രീയം മതി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ഇറങ്ങാൻ കാരണം? അത് നേരെ തിരിച്ചാണ്. ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പേ ഞാൻ രാഷ്ട്രീയക്കാരനാണ്. കോളേജിൽ ചേരുന്ന ഘട്ടം തൊട്ടാണ് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. പക്ഷെ അതിനു മുമ്പ് സ്കൂളിലുള്ള സമയത്ത് തന്നെ രാഷ്ട്രീയത്തിൽ വലിയൊരു ഇഷ്ടവും താല്പര്യവും പാഷനും ഉണ്ടായിരുന്നു. ഭാവിയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം അന്നുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഞാൻ പഠിച്ചത് നവോദയ വിദ്യാലയത്തിലാണ്. അവിടെ റെസിഡൻഷ്യൽ രീതിയാണ്, അവിടെ രാഷ്ട്രീയമൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നേരിട്ടുള്ള പ്രവർത്തനം അന്ന് പറ്റിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിനുള്ള അവസരം കിട്ടിയപ്പോൾ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ തൊട്ട് മുഴുവൻ സമയം വിദ്യാർത്ഥി സംഘടനയുടെ ഒക്കെ ഭാഗമായിട്ട് സജീവമായിട്ട് പോയി. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഡിഗ്രീസൊക്കെ കൂടുതൽ എടുക്കാൻ കാരണം കൂടുതൽ കാലം ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കാൻ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. അതാണ് ബൽറാം. ശരിക്കും ബൽറാമിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും എന്നാ പറയുക, ഇപ്പം ഞങ്ങൾക്ക് പരിചയമുള്ളിടത്തോളം ഈ പറയുന്ന പോലെ എന്ത് അഭിപ്രായവും ഭയങ്കര ബോൾഡായിട്ട് പറയും, ആരുടെയും മുഖം നോക്കാതെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇതൊന്നും പേടിയില്ലേ ശരിക്കും പറഞ്ഞാൽ? അല്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. അപ്പോൾ അഭിപ്രായങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ അഭിപ്രായവും എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ആയിക്കൊള്ളുന്നില്ല. എൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വിയോജിപ്പുള്ള ആളുകളുണ്ട്. ആ വിയോജിപ്പുള്ള ആളുകൾ പലതരത്തിൽ അത് പ്രകടിപ്പിക്കും. ചിലർ വാക്കുകൊണ്ട് പ്രകടിപ്പിക്കും, ചിലർ കുറച്ചും കൂടി രൂക്ഷമായിട്ടുള്ള ഇതുകൊണ്ട് പ്രകടിപ്പിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഏതൊരു ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണവും ദോഷവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബേസിക്കായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത് ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്.
സമൂഹത്തിലൊരു ഒപ്പീനിയൻ ലീഡർ ആവുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ ആളുകളെ പേടിച്ച് പറയാതെ മാറി നിന്നാൽ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അവിടെ ഫെയിൽ ആവുന്നത്. കറക്റ്റ്. ശരിക്കും വിമർശകർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ബൽറാം ഏറ്റവും കൂടുതൽ പൊളിറ്റിക്സ് നടത്തുന്നത് ഫേസ്ബുക്കിൽ കൂടിയാണ് എന്നാ പറയുന്നത്, അല്ലാതെ ലൈവ് അല്ല. വിമർശകർ പറയുന്ന കേട്ടോ. ശരിക്കും നമ്മൾ എന്നതേലും കേട്ട ഓൺ സ്പോട്ട് അത് റിയാക്ട് ചെയ്യുന്നോണ്ടായിരിക്കാം ചിലപ്പം അത് പറയുന്നത്. അത് തന്നെയാണ്. ഇപ്പം ഞാൻ MLA ആണ്, നിയമസഭാംഗമാണ്. അപ്പോൾ ആളുകളുടെ വിചാരം ദിവസവും രാവിലെ നിയമസഭ ഉണ്ട്, ഈ അഭിപ്രായം മുഴുവൻ നിങ്ങൾക്ക് നിയമസഭയെ പറഞ്ഞുകൂടെ എന്നുള്ള. വർഷത്തിൽ 365 ദിവസം ഉള്ളതിൽ 60 ദിവസത്തിൽ താഴെയാണ് നിയമസഭ ചേരുന്നത്. അതിൽ തന്നെ സംസാരിക്കുന്നതിന് ഒരുപാട് നിബന്ധനകളും നമുക്ക് ടൈം അലോട്ട് ചെയ്ത് കിട്ടുന്നതിനുള്ള ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ അഭിപ്രായവും നിയമസഭയിൽ പറയാൻ പറ്റില്ല. ബാക്കിയുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലെ അഭിപ്രായം നമുക്ക് എവിടെയെങ്കിലും പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളാണ് എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പണ്ടത്തെ തലമുറയിലുള്ള ആളുകൾ പത്രസമ്മേളനം വിളിച്ച് പറയും, അതല്ലെങ്കിൽ പൊതുയോഗത്തിൽ പ്രസംഗത്തിലൂടെ പറയും. ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ഫേസ്ബുക്ക് പോലുള്ള പുതിയ മാധ്യമങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൂ. അപ്പം നമ്മൾ പ്രവർത്തനം ഫേസ്ബുക്കിൽ മാത്രമാണെങ്കിൽ ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുകയോ രണ്ടാമതും തിരഞ്ഞെടുക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പം അതൊക്കെ വിമർശകരുടെ ഒരു സാധാരണഗതിയിലുള്ള വിമർശനം എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇതിപ്പോൾ പൊളിറ്റിക്സ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്, കുറേ കാര്യങ്ങൾ ബൽറാം ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരിടയ്ക്ക് കലാശാല എന്ന് പറയുന്നതിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എഴുത്തുകാരൻ അവിടെ പോയി ഇപ്പോഴും ഉണ്ടോ? കലാശാല എന്ന് പറയുന്നത് ഞങ്ങളുടെ KSU എന്ന് പറഞ്ഞ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു സംഘടനാ പദവി കൂടിയാണ്. അതിൻ്റെ മുഖപത്രമാണ് കലാശാല. അപ്പം അതിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എഴുതാനുള്ള കഴിവ് കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഒരു സർഗാത്മക എഴുത്തിലേക്ക് അധികം പോയിട്ടൊന്നുമില്ല. ഓരോ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളൊക്കെയാണ് എഴുതാറുള്ളത്. ആ എഴുത്തുകളൊക്കെ തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് മീഡിയം മാത്രമേ മാറുന്നുള്ളൂ. ഇടയ്ക്ക് പത്രങ്ങളിലും മറ്റുള്ളൊക്കെ ആർട്ടിക്കിൾസും എഴുതാറുണ്ട്. മറ്റു തരത്തിലുള്ള കഥ, കവിത, അങ്ങനത്തെ രചനകളില്ല. അപ്പം ആ നിലയ്ക്കുള്ളൊരു എഴുത്തുകാരനെ അല്ല. ഓക്കെ. അല്ല, ഈ ശരിക്കും പറഞ്ഞ ബൽറാമിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ. ആരുടെയും മുഖവും ഒന്നും നോക്കാതെയാണെന്നും ബൽറാം റിയാക്ട് ചെയ്യുന്നത്. ശരി, നല്ലത്. പക്ഷെ നമുക്കൊരു ഫാമിലി ഉണ്ട്. വീട്ടിൽ ഞാൻ സത്യം പറഞ്ഞ ആലോചിച്ചിട്ടുണ്ട്, ബൽറാം വീട്ടിൽ ഭാര്യയ്ക്ക് ദൈവമേ സമാധാനം കൊടുക്കുകയല്ലേ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് കേട്ടോ. അതൊരു സത്യമല്ലേ? കണ്ടോ, ഞാൻ ചിന്തിച്ചാൽ എന്നാ തെറ്റ്? അല്ല, ഇപ്പം അവർ അഡ്ജസ്റ്റ് ആയി. തുടക്കത്തിൽ ഈ പറഞ്ഞ കുഴപ്പമുണ്ടായിരുന്നു. വൈഫിനേക്കാൾ കൂടുതൽ നേരത്തെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്കായിരുന്നു ടെൻഷൻ. അമ്മ ചോദിക്കുമായിരിക്കും നിനക്കൊന്നും ചോദിച്ചത്. ഇപ്പം അമ്മ മരിച്ചിട്ട് 3-4 വർഷമായി. അപ്പോൾ അമ്മയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. വൈഫ് പക്ഷേ കുറേയും കൂടിയും കാര്യങ്ങൾ യൂസ്ഡ് ആയി, പേടിയൊക്കെ മാറി. ഇപ്പോൾ സപ്പോർട്ടീവാണ്. പിള്ളേർ എന്നാ ചെയ്യുന്നത്? പിള്ളേർ 2 കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുകയാണ്. മൂത്തയാൾ 2ാം ക്ലാസ്സിൽ, അദ്വൈത് മാനവ് മകനാണ്. രണ്ടാമത്തെ ആൾ അവന്തിക മോളാണ്. ഇപ്പോൾ പ്രീ പ്രൈമറി, അടുത്ത വർഷം 1ാം ക്ലാസ്സിലേക്ക്. പുള്ളിക്കാരത്തി ടീച്ചറല്ലേ? ടീച്ചറാണ്. അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണോ പിള്ളേരും? അല്ല, അടുത്ത സ്കൂൾ. ഇവർ പഠിപ്പിക്കുന്നത് ഹൈസ്കൂളിലാണ്. വേറൊരു ഗവൺമെൻറ് LP സ്കൂളിലാണ്, വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് കുട്ടികൾ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോഴത്തെ ഞാൻ പല ആൾക്കാർ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ വന്നപ്പോഴും ഒക്കെ ഞാൻ ചോദിച്ചതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കേൾക്കുന്ന ഒരു സത്യമാണ്, ഹോൾ ഇന്ത്യയിൽ കൂടെ കേൾക്കുന്ന ഒരു സാധനമാണ്. ഈ പൊതുവെ ഒരു പാവങ്ങൾ എന്നൊരു മുദ്ര കുത്തലുണ്ട്. അത് മാറില്ലേ നമുക്ക്? അല്ല, സത്യത്തിൽ എബവ് പോവർട്ടി ലൈൻ ആക്കണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ നമ്മളെല്ലാവരും പലതരത്തിലുള്ള സ്കീംസൊക്കെ ഗവൺമെൻറ്റുകൾ ആവിഷ്കരിക്കുന്നത്. ലോകത്ത് തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകളെ, ഈ ബിലോ പോവർട്ടി ലൈൻ എന്നുള്ള നിങ്ങൾ പറഞ്ഞ ഈ പാവങ്ങൾ എന്ന് പറയുന്ന ആളുകളെ മിഡിൽ ക്ലാസ്സിലേക്ക് ഉയർത്തിയ ഒരു പ്രോസസ്സാണ് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വഴിവെക്കുന്നത് നമ്മുടെ ഒരു സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത് ആണ്. ഒരു 7%, 8% എക്കണോമിക് ഗ്രോത്ത് നമുക്ക് സസ്റ്റെയിൻ ലെവലിൽ നമുക്കൊരു 10 വർഷം 15 വർഷം നിലനിർത്തിയാൽ മാത്രമാണ് ഇത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു 10-15 കോടിയോളം പാവപ്പെട്ട ആളുകളെ മിഡിൽ ക്ലാസ്സിലേക്ക് ഉയർത്തിയത് കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ സമയത്തുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഒരുപാട് ഇൻ്റർവെൻഷൻസ് ഉണ്ട് പല തലങ്ങളിൽ. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, എല്ലാവർക്കും ഒരു നിശ്ചിത ഇൻകം ഒരു വർഷത്തിൽ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം പാവപ്പെട്ടവർ എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്നവർ മാത്രമല്ലല്ലോ, പലതരത്തിലുള്ള പിന്നോക്കാവസ്ഥയും ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവസരമില്ലാതിരിക്കുക, ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യം ഇല്ലാതിരിക്കുക, ഒരു മിനിമം ഭൂമി കൈവശമില്ലാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇഷ്ടത്തിനനുസരിച്ച് ജോലിക്കുള്ള ചോയ്സ് ഉണ്ടായിരിക്കുക, ഒരു നിശ്ചിത ജോലി മാത്രം നമ്മൾ ചെയ്യാൻ നിർബന്ധിതമാക്കപ്പെടാതിരിക്കുന്ന അത്തരത്തിലുള്ള ചോയ്സ്. അപ്പോൾ ഇതൊക്കെ ഉറപ്പുവരുത്താൻ നമുക്ക് പല തലങ്ങളിലുള്ള ഇടപെടൽ വേണ്ടി വരും.
അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ടോട്ടലായി നോക്കുമ്പോൾ. സമ്മതിച്ചു. അപ്പൊ ഇവിടെ വന്ന ലീഡേഴ്സ് ഒക്കെ പറഞ്ഞേക്കുന്ന എന്നാന്നറിയാമോ, ഇപ്പൊ ഞാൻ ചോദിച്ചു ഒരു സാധനം തുടങ്ങി വെക്കുന്നത് ഒരു ലീഡർഷിപ്പ് ആയിരിക്കാം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഗവൺമെന്റ് വരുമ്പോഴത്തേക്ക് ഇത് അവിടെ കളയും. ഇത് അവർ തുടങ്ങി വെച്ചതല്ലേ, ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയ തുടങ്ങാമെന്നും പറഞ്ഞ് അവരടുത്തത് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഈ രണ്ടിടയിലും കിടന്ന് പെടുന്നത് ഈ പാവങ്ങളല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ ഈ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ചിലതിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നുണ്ട്. ആ നിലയ്ക്ക് ഇൻക്രിമെൻ്റലായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് പൊതുവെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ തമിഴ്നാട്ടിലെന്നുള്ള പോലെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ട് ഒരു പാർട്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ് ലീഡേഴ്സ് പറഞ്ഞതാണ് ഞങ്ങളോട്. ഇല്ല, എനിക്ക് ആ അഭിപ്രായത്തോട് അത്ര യോജിപ്പില്ല. പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കായിരിക്കും, അത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ വായിന്നാണ് നമ്മൾ കാലാനുസൃതമായിട്ട് മെച്ചപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, സർ ഇതിൽ ഏറ്റവും കൂടുതൽ ചൂഷണപ്പെടുന്ന ജനങ്ങളല്ലേ? കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു കാരുണ്യ ബെനവലന്റ് ഫണ്ട്. ഇപ്പോൾ ലോട്ടറി വഴി പണം ഉണ്ടാക്കിയിട്ട് ആ പൈസ ഉപയോഗിച്ച് ചികിത്സാ സഹായം ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള അസുഖം, ക്യാൻസർ, ഹാർട്ടിൻ്റെ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള സർജറികൾ, അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന പദ്ധതിയാണ്. ഈ ഗവൺമെൻറ് വന്ന് ഇപ്പോൾ 3 വർഷവും അത് കണ്ടിന്യൂ ചെയ്തു, നല്ല നിലയ്ക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം പക്ഷേ അത് അവർ കുറച്ചൊരു മാറ്റങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള പദ്ധതിയായിട്ട് മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള അത്തരം മാറ്റങ്ങളൊക്കെ നല്ലതാണ്. പൊതുവിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് എന്നുള്ളത് കൊണ്ട് മറ്റേ ഗവൺമെന്റ് എടുത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇല്ല ഇപ്പൊ കേന്ദ്ര തലത്തിൽ നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നു, പക്ഷെ പേരൊക്കെ അവർ മാറ്റും. കഴിഞ്ഞ ഇപ്പോൾ ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി മാറ്റിയിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് പ്രധാനമന്ത്രി ആവാസ് യോജനയാക്കും, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള വൈദ്യുതീകരണ പദ്ധതി മാറ്റി ദീൻ ദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള കാര്യമായിട്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഗെയിം ചേഞ്ചർ അല്ല, നെയിം ചേഞ്ചറാണ് പല സ്കീമുകളിലും നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഈ പേര് മാറ്റിയാലും എന്ത് മാറ്റിയാലും ജനങ്ങൾ അതിനകത്ത് പെട്ടുപോകല്ലെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ. അങ്ങനെയില്ല. അപ്പോൾ ഓരോ സ്കീമും ഈ സ്കീമുകളൊക്കെ മാറുമ്പോൾ ചില അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ള ചർച്ചയൊക്കെ നമുക്ക് ആവശ്യം വരും. പക്ഷേ ഓരോ ഗവൺമെന്റിൻ്റെയും ഒരു പ്രൊറഗേറ്റീവ് ആണല്ലോ അവരുടെ സ്കീംസ്. ഞങ്ങളുടെ ഒരു ആഗ്രഹമാ പറഞ്ഞേ, ഞങ്ങളുടെ നല്ല കുറെ പേരുടെയും ഈ പറഞ്ഞ എൻ്റെ തന്നെ എടുത്തോ പേഴ്സണലായിട്ട് ഞാൻ പറയുക, ഈ പാവങ്ങൾ എന്ന് പറഞ്ഞ് മുദ്രപ്പെട്ട് കാണാൻ താല്പര്യമില്ല, അവരും വരണ്ടേ മേളിലേക്ക്, അത്രയും ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അപ്പൊ ഇനി വരുന്ന ഫ്യൂച്ചറിൽ അങ്ങനെ നോമൻക്ലേച്ചറിലാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം അത് ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം പണ്ട് ഇപ്പോൾ റേഷൻ കാർഡ് കൊടുക്കുമ്പോൾ BPL എന്ന് പറയുന്ന വിഭാഗമായിട്ടാണ് പറഞ്ഞത്, ബിലോ പോവർട്ടി ലൈൻ എന്നുള്ള വിഭാഗമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ റേഷൻ കാർഡ് അങ്ങനെയല്ല, പ്രയോറിറ്റി വിഭാഗവും നോൺ പ്രയോറിറ്റി വിഭാഗമാണ്. ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് പഴയ BPL വിഭാഗത്തിനെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ ആ പോവർട്ടി എന്നുള്ള വാക്കിനോട് ഉള്ള പ്രശ്നമാണെങ്കിൽ അത് മെല്ലെ മെല്ലെ മാറുന്നുണ്ട്. അതാ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു വേർഡ് വരാതിരിക്കട്ടെ. പുവർ എന്നുള്ളതിന് പകരം നമ്മൾ ആം ആദ്മി എന്ന് പറയുന്നു, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നു. അത് വിഷമം തോന്നും അത് കേൾക്കുമ്പോൾ അല്ലേ. അവർക്കും എന്തായാലും നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ താല്പര്യം ഉണ്ടാവും. എന്നും പാവങ്ങൾ പറഞ്ഞ് മുദ്രപ്പെട്ട് കിടക്കണ്ട എന്നുള്ളൊരു സ്വാർത്ഥ ചിന്ത. ഇത് മുദ്രകുത്തൽ മാത്രമല്ല, അവരുടെ ചുറ്റുപാടുള്ള സോഷ്യൽ റിയാലിറ്റിയാണ്. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. അതിനെ ആ നിലയ്ക്ക് തന്നെ അഡ്രസ് ചെയ്യണം. അതിനാണ് നമ്മള് ഇപ്പൊ നമ്മളെ ഒരു ലീഡർ നമ്മളെ സഹായിക്കുവാന്ന് വെച്ചോ, അപ്പൊ നമ്മൾ എന്നാ ചെയ്യും, അവരെ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്തിട്ട് മുന്നിലോട്ട് പറഞ്ഞു വിടുക ചെയ്യുക. പിന്നെ നമ്മൾ തിരിഞ്ഞ് ഇവരെ മറന്നുപോകും. അന്നേച്ചാണ് ഇപ്പൊ അവര് വോട്ട് സമയത്തൊക്കെ വന്ന് പറയുന്നത് ഞാൻ എല്ലാം ചെയ്തു തരാം പിന്നെ ചെയ്യുകയല്ലാന്ന്. ഇത് ജനങ്ങളുടെ ഇടയിൽ ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ഇത്ര ഉത്തരവാദിത്തങ്ങൾ ഏതെങ്കിലും ചില ആളുകളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അവർ കൊണ്ട് നടന്നോളും, എൻ്റെ പണി കഴിഞ്ഞു, ഞാൻ 5 വർഷം കൂടുമ്പോൾ ഒരു വോട്ട് ചെയ്താൽ എൻ്റെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു എന്ന് ജനങ്ങളും ചിന്തിക്കാൻ പാടില്ല. കാരണം നിരന്തരം മോണിറ്റർ ചെയ്യണം ഈ വിഷയങ്ങളിൽ. ഈ നമ്മൾ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ജനപ്രതിനിധികൾ, അവർ തിരഞ്ഞെടുക്കുന്ന സർക്കാർ, അവർ എടുക്കുന്ന പോളിസീസ് അത് ഗുണകരമാണോ, അതല്ല എങ്കിൽ ഓരോ ഘട്ടത്തിലും അതിനെതിരെ വിമർശനം നടത്തി സമരങ്ങൾ നടത്തി അതിനെ തിരുത്തണം. ഇങ്ങനെയാണ് ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ കുറച്ച് ആളുകളെ നമ്മൾ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി അവർ കൊണ്ട് നടന്നോളും, ഇനി എൻ്റെ ഉത്തരവാദിത്തം ഇല്ല, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു വോട്ട് ഞാൻ തരാം എന്ന നിലയിൽ മാറി നിൽക്കുമ്പോൾ ഈ അധികാരം കൈ കിട്ടുന്ന ആളുകൾ അത് തോന്നിയ പോലെ ഉപയോഗിക്കും. ഇപ്പം ഞാനൊരു വീട്ടമ്മ ഒരു ഓഫീസിൽ ചെന്ന് എന്നതേലും ഒരു കാര്യത്തിന് ചെയ്യുവാണെങ്കിൽ മിനിമം നമ്മളെ ഒരു 10 പ്രാവശ്യം കയറ്റി ഇറക്കും. അപ്പൊ തന്നെ നമ്മുടെ മനസ്സങ്ങ് മടുത്തു പോവും. അപ്പൊ നമ്മൾ പിന്നോട്ടായി പോവും. ഇതിനെ നമുക്കൊന്നും ചെയ്തു തരുന്നില്ല, പിന്നെ നമ്മൾ സമൂഹത്തെ നന്നാക്കാൻ മുന്നോട്ട് വന്ന എന്നേലും തിരിഞ്ഞു നോക്കൂ, ഇല്ല.
ശരിയാണ്. ഈ ഒരു ഇത് ഒന്ന്, ഇത് നമ്മുടെ ഒരു വീട്ടമ്മയുടെ ഒരു കാഴ്ചപ്പാടാ പറയുന്നത്. ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, നിങ്ങൾ പറയുന്നുണ്ട് 5 വർഷം കൂടുന്ന ഒരു വോട്ട് ചുമ്മാ ഇട്ട് കൊടുത്തേച്ച് നിങ്ങൾ ചെയ്തോ എന്ന് പറയുന്നില്ല. എന്നാൽ ഞങ്ങൾക്കൊരു ഉറപ്പ്, ഇത് ഇവന് കൊടുത്താൽ അല്ലെങ്കിൽ ഇന്ന ലീഡറിന് കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും പറഞ്ഞ് ഞങ്ങൾ ഉറപ്പോടുകൂടി കുത്താനൊരു വാക്ക് ഞങ്ങൾക്ക് തരാത്തന്നെ. ഞാൻ പറയട്ടെ, ഈ ഇങ്ങനെ വ്യക്തികളിലല്ല വിശ്വസിക്കേണ്ടത്. ഡെമോക്രസിയിൽ വ്യക്തികളിലല്ല വിശ്വസിക്കേണ്ടതെന്നാണ് എൻ്റെ പോയിന്റ്. ഏതെങ്കിലും ഒരാളെ കണ്ണു അടച്ച് വിശ്വസിച്ച് അയാൾ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തോളണം എന്നല്ല. ഡെമോക്രസി ഫങ്ഷൻ ചെയ്യുന്നത് ഈ സിസ്റ്റംസിലാണ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ശക്തിപ്പെടുത്തുന്നത്. അത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നേരത്തെ പറഞ്ഞൊരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് വിവരാവകാശ നിയമം വരുന്നത്. അത് ഇതേപോലെ ഒരുപാട് സിവിൽ സൊസൈറ്റി ഇൻ്റർവെൻഷൻസിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പലതലത്തിൽ ചെലുത്തിയിട്ടാണ് അത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്ക് വന്നത്. എന്താ വിവരാവകാശ നിയമം നമുക്കറിയാലോ. ഏതൊരു കാര്യത്തെക്കുറിച്ചും താല്പര്യമുള്ള ആൾക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും. അപ്പോൾ അതൊരു വലിയൊരു ഡിറ്ററൻ്റാണ് അഴിമതിക്കെതിരെ. ഇപ്പോൾ ഞാനൊരു ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, തെറ്റായൊരു കാര്യം മാനദണ്ഡങ്ങൾ ലംഘിച്ച് എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഫേവറിറ്റിസം നടത്തിയെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ചോദിക്കും. ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ കുടുങ്ങും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പരമാവധി നിയമാനുസൃതം കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും. ഇതൊരു സിസ്റ്റത്തെ പരിഷ്കരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് സേവനാവകാശ നിയമം, റൈറ്റ് ടു സർവീസസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ നീ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് എനിക്ക് അർഹതപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം, എൻ്റെ ഭാഗം ശരിയാണ്, ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു നിശ്ചിത ദിവസത്തിനകം, 7 ദിവസത്തിനകം അല്ലെങ്കിൽ 15 ദിവസത്തിനകം എനിക്കത് കിട്ടിയിരിക്കണം. ഈ നിയമങ്ങൾ ഒക്കെ ശക്തിപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പരാതികൾ ഇല്ലാതാവുക. അല്ലാതെ ഓരോ ഉദ്യോഗസ്ഥനെയും നമുക്ക് സത്യസന്ധനാക്കാൻ പറ്റില്ല, ഓരോ രാഷ്ട്രീയക്കാരനെയും സത്യസന്ധനാക്കാൻ പറ്റില്ല. ഏതൊരു അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏതൊരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു പരിധിക്കപ്പുറത്ത് അഴിമതി ചെയ്യാൻ പറ്റാത്തവണ്ണം അയാൾക്ക് ചുറ്റിലുമുള്ള സിസ്റ്റംസിനെ ശക്തിപ്പെടുത്തുക, നിയമങ്ങൾ സ്ട്രോങ് ആക്കുക. അപ്പൊ അതിനൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു സിവിൽ സൊസൈറ്റിയുടെ ജാഗ്രത വേണം. ഇവര് ആ ഒരു ലൈനിൽ തന്നെയാണോ പോകുന്നത്, ഡീവിയേഷൻസ് ഉണ്ടോ, അത് കറക്റ്റ് ചെയ്യണം എന്നുള്ള. അപ്പോൾ മാധ്യമങ്ങൾക്ക് അതിനുള്ള റോളുണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് അതിനുള്ള റോളുണ്ട്, മറ്റ് പലതരത്തിലുള്ള ഇടപെടലുകൾക്ക് സ്കോപ്പുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് നന്നായി പോവുള്ളൂ. ഇത്രയും ബോൾഡായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങൾ എക്സ്പ്ലനേഷൻ തന്നു. പെട്ടെന്ന് ബൽറാം നമ്മുടെ നാടിൻ്റെ ഒരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ യുവർ വിഷൻ എന്തായിരിക്കും നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നുള്ളൊരു വ്യക്തി മുഖ്യമന്ത്രി ആവുന്നതോ അല്ലാത്തതോ അല്ല പ്രധാനം. ഈ സിസ്റ്റംസിനെ പരമാവധി സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ട് ഇപ്പോൾ വിവരാവകാശ നിയമം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, അത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകൾ പരമാവധി അതിനെ വീക്കൻ ചെയ്യാണ്. വിവരാവകാശ കമ്മീഷനെ വെക്കില്ല, നൽകുന്ന വിവരം ശരിയല്ലെങ്കിൽ അപ്പീൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ലൂസാക്കിയിരിക്കുകയാണ്. അപ്പീൽ കൊടുത്താലും കാര്യമില്ല എന്ന് പറഞ്ഞ് ഇതിൻ്റെ പല്ലും നഖവും കൊഴിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരു പല്ലും നഖവും ഇല്ലാത്ത നിയമമായിട്ട് അതിനെ നിലനിർത്തുകയാണ്. ഇങ്ങനെ ചെയ്യുകയല്ല നമ്മൾ വേണ്ടത്. ഇങ്ങനെ ഓരോ സിസ്റ്റത്തിലും ഇടപെട്ട് അതിനെ പരമാവധി സ്ട്രെങ്തൻ ചെയ്യുക, ബാക്കി അത് സ്വയം ടേക്ക് കെയർ ചെയ്തോളും. അപ്പം നമ്മളൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ നേരിട്ട് ഇടപെടുകയല്ല പലപ്പോഴും വേണ്ടത്. ഇപ്പോൾ പോലീസ് കൃത്യമായിട്ട് നീതിപൂർവമായിട്ട് ഒരു കേസ് മുമ്പിൽ വന്നാൽ കൃത്യമായിട്ടുള്ള FIR ഇടുന്നു, അതിൽ സമ്മർദ്ദത്തിൽ വഴിപ്പെടുന്നില്ല, അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു, പ്രതികളായിട്ടുള്ള ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴിപ്പെടാതെ അതിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തം. അതല്ലാതെ ഓരോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയാനല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഞാനെന്നല്ല, ആരായാലും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. That government is the best which governs the least എന്ന് പറയാറുണ്ട്. ആ ഒരു പ്രൊവേർബ് തന്നെ നമുക്ക് മുന്നോട്ട് എപ്പോഴും കൊണ്ടുവെക്കാം അല്ലെ. ഈവൻ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അത് നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജനങ്ങൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. പാവങ്ങൾ എന്നൊക്കെ ഉള്ളത് വിത്തിൻ സെക്കൻഡ്സ് എല്ലാവരും മാറും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ഈ രീതിയിൽ കുറച്ചും കൂടിയും പ്ലാനിങ്ങോടുകൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു പൊട്ടൻഷ്യലിനെ പരമാവധി അൺലീഷ് ചെയ്തിട്ട് ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് എഡ്യൂക്കേഷനിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ദാരിദ്ര്യം മാറേണ്ടത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ബേസിക്കലി ഈ പറഞ്ഞ ഒരു ലാക്ക് ഓഫ് ചോയ്സ് കൂടിയാണ്. അപ്പോൾ ആളുകൾക്ക് പരമാവധി ചോയ്സ് ഉണ്ടാക്കി കൊടുക്കുക. ചോയ്സ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് പരമാവധി എഡ്യൂക്കേഷൻ വേണം, ഒരു ജോലിയില്ലെങ്കിൽ വേറെ ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതോടൊപ്പം ഹെൽത്ത് കെയർ അതുപോലുള്ള കുറേ കാര്യങ്ങൾ കുറേയൊക്കെ ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യണം.
ഇപ്പോൾ കേരളത്തിലൊക്കെ സാമാന്യം നല്ല ഒരു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇന്ത്യയിൽ മുഴുവൻ നോക്കുമ്പോൾ അത്രത്തോളം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ ഗവൺമെൻറ് സ്വമേധയാ ടേക്ക് കെയർ ചെയ്യുകയും ജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയും അവസരങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്താൽ ആളുകൾക്ക് ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൽ തളച്ചിടപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഓരോ മീറ്റിംഗ് വരുമ്പം നിങ്ങൾ ഇങ്ങനെ ഈ സജഷൻസ് മുന്നോട്ട് വെച്ച് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ സൊല്യൂഷൻസിനെ കുറിച്ച് പല ഉത്തരങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന സൊല്യൂഷൻ ആയിരിക്കില്ല ചിലപ്പോൾ വേറെ ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ മാർക്കറ്റ് ഇക്കോണമിക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. അതേസമയം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയും ഇതൊന്നും പാടില്ല, കംപ്ലീറ്റ് സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിരിക്കണം ഇക്കോണമി എന്ന് പറഞ്ഞാൽ അവർ വേറൊരു തരം സൊല്യൂഷനാണ്, വേറൊരു വ്യൂ പോയിന്റിൽ നിന്നുള്ള സൊല്യൂഷനാണ് മുന്നോട്ട് വയ്ക്കുക. ഇത് തമ്മിലുള്ള ക്ലാഷാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അത് ഐഡിയോളജിക്കൽ ക്ലാഷ് ഉണ്ടാവും. സൊല്യൂഷൻസ് ഇല്ല അവിടെ, അങ്ങനെയല്ല. അപ്പോൾ ഏതാണ് ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്യണം. അതിലാണ് ജനങ്ങൾ വിവേകശാലികളാവേണ്ടത്. ഇതിൽ ഏതാണ് സൊല്യൂഷൻ, ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ, ലോകത്ത് ഇപ്പോൾ വിജയകരമായിട്ടുള്ള മാതൃക ഏതാണ്, ഇപ്പോൾ മറ്റേ മാതൃകയിലൂടെ മുന്നോട്ട് പോയ രാജ്യങ്ങളുടെ അനുഭവം എന്താണ്. ജനങ്ങൾ അതിന് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മുടെ ആവശ്യം എങ്ങനെയാണ് അവരെ അറിയിക്കേണ്ടത്? അല്ല, റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ദിവസം നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഇത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. രണ്ട് ഇത് വരുമ്പോ, അഭിപ്രായങ്ങൾ വരുമ്പോ ഇതിൽ ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ചുമ്മാ ക്ലാഷ് ചെയ്ത് അതങ്ങ് പൊഴിഞ്ഞു പോവേ ഉള്ളൂ. ഇതെങ്ങനെ റിയാക്ട് ചെയ്യണം? അല്ല, അതിനാണ് നമ്മൾ പറഞ്ഞത് റിയാക്ഷൻ, നേരിട്ട് ഇടപെട്ടുള്ള റിയാക്ഷൻ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തന്നെയാവും വേണ്ടി വരിക, നേരിട്ട് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണ്ടി വരിക. അല്ലാത്ത സമയത്തും ഈ വക കാര്യങ്ങളെ നിങ്ങളൊന്ന് കണ്ടുകൊണ്ടിരിക്കുക, ജസ്റ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ടെങ്കിലും ഇരിക്കുക. സ്വാഭാവികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒപ്പീനിയൻ മേക്കിങ്ങിൻ്റെ ഭാഗമാവുക. ഇതാണ് ശരി. അപ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ അതിനുള്ള വലിയ ടൂളാണ്. ഇപ്പോൾ പല വിഷയങ്ങളിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒപ്പീനിയൻ ഒരു സമൂഹത്തിലെ മൊത്തത്തിലുള്ള അഭിപ്രായത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് ഭരണാധികാരികൾക്ക് പോലും എടുക്കേണ്ടി വരും. ഇതാ പബ്ലിക് ഒപ്പീനിയൻ ഈ നിലയിലാണ്, അതുകൊണ്ട് നമുക്കും അത് സ്വീകരിക്കണം, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസമായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഇതൊക്കെ എന്താ പറയുക, പൂർണ്ണാർത്ഥത്തിലൊന്നും പറ്റില്ല. വീട്ടമ്മമാരായിട്ടുള്ള ആളുകളും വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളും പ്രായമായിട്ടുള്ള ആളുകളും എല്ലാവരും കൂടിയതാണല്ലോ സമൂഹം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റോള് നിർവഹിക്കാനുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്യണം. ഓക്കെ, ഇപ്പം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്, പ്രഷറൈസേഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും ബൽറാം ഒരു സ്ട്രെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രതിസന്ധിയൊക്കെ വരുമ്പം എങ്ങനെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്നു? സ്ട്രെസ് സ്വാഭാവികമാണ്. കാരണം മെന്റൽ സ്ട്രെസ് അതിങ്ങനെ ശീലമായി പോയി എന്നുള്ളതാണ്. ദിവസവും സ്ട്രെസ് ആകുമ്പോൾ പിന്നെ സ്ട്രെസ്സിന് പോലും അർത്ഥമില്ലാണ്ട് ആവുകയാണല്ലോ. അതുകൊണ്ട് അപ്പൊ അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കണം. അല്ല, അത് നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമാവും. ഞാനല്ല, രാഷ്ട്രീയക്കാരങ്ങനെ വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആളുകളല്ല. ബേസിക്കലി ഈസി ഗോയിങ് ആണ് പലപ്പോഴും എന്നാണ് എൻ്റെ അനുഭവം. കാരണം ഒരുപാട് ഇപ്പോൾ ദിവസം രാവിലെ എണീറ്റാൽ തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ദിവസവും ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നാറില്ല. അപ്പോൾ ഒരു സ്ട്രെസ്സൊന്നും വരാറില്ല. കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഈ പൊളിറ്റിക്സിനാണ്, ഈ കലയോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു? കലയോട് ഞാൻ ആസ്വാദകനാണ്. അനിയുടെ സിനിമയൊക്കെ എല്ലാ സിനിമയും ആ കാലത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ചെറിയ പ്രായത്തിൽ വരയ്ക്കുമായിരുന്നു. ഇപ്പം അധികം വരയില്ല, പക്ഷെ ആ സമയത്തൊക്കെ കോളേജ് വരെയൊക്കെ പിന്നെ കാർട്ടൂൺ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളുണ്ട്. ശരിക്കും ഈ സ്ട്രെസ് വരുമ്പോൾ ഒരു റിലീഫ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ആ ഒരു മെൻ്റൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു ഇച്ചിരി ഒരു റിലാക്സേഷൻ കണ്ടെത്താൻ അത് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ അതൊക്കെ ശരി, അതിനൊന്നും ആവശ്യം വരാറില്ല. ഇപ്പോൾ സ്ട്രെസ് റിലീഫിന് വേണ്ടി മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പക്ഷെ മ്യൂസിക് കേൾക്കാറുണ്ട്. ഇപ്പോൾ യാത്രകളിലൊക്കെ വണ്ടിയിലൊക്കെ പാട്ടിട്ട് കേൾക്കാറുണ്ട്. ആ നിലയ്ക്ക് മ്യൂസിക് ഇഷ്ടമാണ്. സിനിമ കാണാറുണ്ട് ഈവനിങ്സിലൊക്കെ. ഞാൻ ചോദിക്കാൻ കാര്യം, ഒരുവിധം ഒരു സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത് ബൽറാം തന്നെയായിരിക്കും. അപ്പൊ അതൊക്കെ ആണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യനല്ലേ, നാച്ചുറൽ, നമുക്കൊരു മെന്റലി ഒരു പ്രശ്നം വരില്ലേ? അതുകൊണ്ട് നമ്മൾ യൂസ് ടു ആവുകയാണ്. അത് ശരിയാണ്. ചിലപ്പോൾ ഞാൻ വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്നത് കൊണ്ടും പല വിഷയങ്ങളിലും അല്പം പ്രൊവോക്കേറ്റീവ് എന്ന് മറ്റവർക്ക് തോന്നാവുന്ന തരത്തിൽ അങ്ങോട്ട് സംസാരിക്കുന്നതുകൊണ്ടും തിരിച്ചുള്ള റിയാക്ഷൻ അതിൻ്റെ 10 ഇരട്ടി ആവാറുണ്ട്. ആ നിലയ്ക്ക് ഒരു ആസൂത്രിതമായിട്ട് തന്നെ അതിനുള്ള ടീമുണ്ട്. ഞാൻ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ താഴെ വന്ന് തെറി വിളിക്കാനുള്ള കുറേ ആളുകളുണ്ട്, പ്രതീക്ഷയാണ്. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഒരു ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ക് മാറ്റിയാൽ പോലും
അതിൻ്റെ താഴെ കമന്റ്സ് കമൻസ് ഈ നിലയ്ക്കുള്ള കമൻസ് കാണാൻ പറ്റും. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വിടുക. വളരെ ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ, ഒരു നിലവാരവും ഇല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളയും. രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ഡിഗ്രീസ് എടുത്തതെന്നും പറഞ്ഞു. ഈ ശരിക്കും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്ന് കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം, ഇഷ്ടംപോലെ ഫിലിംസ് ഉണ്ട് പൊളിറ്റിക്കലി ബേസ്ഡ് ആയിട്ടുള്ളത്. ഈവൻ എൻ്റെ ഏട്ടൻ്റെ പടത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അല്ലെങ്കിൽ പഴയ പടം എടുക്കുകയാണെങ്കിൽ പഞ്ചവടിപ്പാലം, അങ്ങനെ കുറേ ബേസ്ഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഫിലിം ഒരുപാട് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എന്നെ പൊളിറ്റിക്സിലേക്ക് മോട്ടിവേറ്റ് ചെയ്തത് ഇത്തരം സിനിമകളൊന്നും അല്ല. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. നമ്മൾ ഒരു ഏജാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ്, 8-9 കാലത്താണ്. അപ്പോൾ രാജീവ് ഗാന്ധിയെക്കുറിച്ച് ആ സമയത്ത് ഒരുപാട് പുസ്തകങ്ങളും മറ്റേ ആർട്ടിക്കിൾസും ഇന്ത്യ ടുഡേയിലും ഒക്കെ വന്നിരുന്നു. അപ്പോൾ പുള്ളിയോട് തോന്നിയ ഒരു ആരാധന, മരിച്ചുകൊണ്ട് തോന്നുന്ന ഒരു സിമ്പതി, ആ ഒരു കണക്ട് ആ സമയത്തുണ്ടായിരുന്നു. അതോടുകൂടിയാണ് കുറച്ചും കൂടി അതാണ് ശരിക്കും പറഞ്ഞ മേ ബി ഒരു ട്രിഗർ ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലുള്ള ഒരുപാട് വായനകളിലേക്ക് തിരിഞ്ഞത് ആ കാലഘട്ടം തൊട്ടാണ്. പിന്നെ അതിന് ശേഷമുള്ള ഒരു 90s എന്ന് പറയുന്നത് വളരെ പല മേഖലകളിലും പല മാറ്റങ്ങളുണ്ടായ ഒരു കാലമാണ്. ഇപ്പോൾ ഇക്കണോമിക് റിഫോംസ്, ഇപ്പോൾ ബാബറി മസ്ജിദ്, അതുപോലെ സംവരണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്, പഞ്ചായത്തി രാജ്, ടെക്നോളജി റെവല്യൂഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത് ആ 90s തുടക്കത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വായിച്ച് വരുമ്പോൾ ശരിക്കും വായിക്കുന്ന ഹോബിയാണ്. ഇടക്കാലത്തൊന്ന് ചെറിയ തിരക്ക് കാരണം ഒന്ന് ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് വീണ്ടും നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ലീഡർ നിലയ്ക്ക് ഒരുപാട് യാത്രയൊക്കെ ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ ഈ ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഭയങ്കര ഫുഡിയാന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഒരിക്കലല്ല എന്നെ കുറിച്ച് ഒരാളും ആക്ഷേപം പറയില്ല. ഭക്ഷണം നല്ല രുചിയുള്ള ഭക്ഷണം തേടി പോയി കഴിക്കുക, അങ്ങനെ പോകുന്ന വഴിക്ക് കഴിക്കുന്നത് കുറച്ചേ ഉള്ളൂ എങ്കിലും. പക്ഷെ ഇല്ല, ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു വലിയ ഫുഡി അല്ല. മേ ബി എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. ബേസിക്കലി ഞാൻ ഈ അടുത്ത കാലം വരെ വെജിറ്റേറിയൻ ആയിരുന്നു. അതായത് ഞാനൊരു ഡിഗ്രി ഒരു 10-20 വയസ്സ് വരെ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ ഉള്ള ഒരു 10-18-19 വർഷത്തോളം ഈ അടുത്ത് വരെ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആയിരുന്നു. ഇപ്പം അടുത്താണ്, ഇപ്പോൾ ഒരു 1.5 വർഷമേ ആയിട്ടുള്ളൂ വീണ്ടും നോൺ വെജിറ്റേറിയൻ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കാലത്തുള്ള യാത്രകളിലൊക്കെ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ചൈന, അതുപോലെ ഹോങ്കോങ്, അതുപോലെ ഈ സൗത്ത് ഈസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണം തീരെ പറ്റില്ല. ഇപ്പോൾ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് അവർ തരുന്ന സാധനത്തിൽ പോലും പലതരത്തിലുള്ള എഗ്ഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫിഷിൻ്റെ പീസ് ഉണ്ടാവും, പോർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്ക് ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും. ലോകത്തിലുള്ള എല്ലാ ഭക്ഷണവും ട്രൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ജീവിത ഇതാണ് പഠിപ്പിച്ചത്, അങ്ങനെ ഇരുന്നാൽ പറ്റിയല്ല, എല്ലായിടത്തും പോകുന്നതുകൊണ്ട്. അങ്ങനെയല്ല, ആക്ച്വലി ഇതൊരു പൊളിറ്റിക്കൽ ഡെസിഷന്റെ ഭാഗമായിട്ട് എടുത്തതാണ്. അപ്പോൾ വെജിറ്റേറിയൻ ആവുന്നതും ഒരു പൊളിറ്റിക്കൽ തീരുമാനമായിരുന്നു, അത് മാറുന്നതും പൊളിറ്റിക്കൽ തീരുമാനമായിരുന്നു. അതെ, ശരിക്കും വല്ല എന്താ വ്രതം എടുത്തിട്ട് അങ്ങനെ വല്ല ചെയ്താണ്? അങ്ങനെയല്ല, ആക്ച്വലി ആ കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ, ഈ എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഒരു ഗാന്ധിയൻ തോട്ട്സൊക്കെ ഒരുപാട് അത്തരത്തിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഭക്ഷണം എന്നുള്ളൊരു ചിന്ത ആ കാലഘട്ടത്തിൽ എൻ്റെ തലയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ചിന്തയിൽ നിന്ന് മാറി. കാരണം തെറ്റായി പോയോ? അല്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള ശരിയുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വായനകൾ വരുമ്പോൾ ഈ വെജിറ്റേറിയനിസത്തിൽ ഒരു തരത്തിലുള്ള ഫാഷിസം പോലും ഉണ്ട് എന്നുള്ള ചിന്തയിലേക്ക് വരുന്നുണ്ട്. അതാണ് എന്തായാലും ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ മനസ്സ് അറിഞ്ഞ് സന്തോഷത്തോടെ ഉണ്ടാക്കിയ ഒരു ഇതിനകത്ത് വേറെ ഒന്നും എന്തും കഴിക്കും. താങ്ക് യു. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ടോട്ടലി. നമ്മുടെ നാടുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. മതി. ഇനി നെക്സ്റ്റ് പ്രോജക്ട്സിനെ കുറിച്ച് ചോദിക്കാൻ പറ്റില്ല, ഒരു വിഷൻ എന്തായിരിക്കും ബലറാമിന്റെ? പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഇനി ഇലക്ഷൻ തിരക്കിലേക്ക് പോവുകയാണ്. പാർലമെന്റ് ഇലക്ഷൻ വരികയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിപാടികളും തിരക്കുകളിലേക്കും പോവുകയാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യട്ടെ, വൈഫിനെ ബേസിക്കലി എല്ലാ വീട്ടിലെ ഭാര്യമാരും ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹെൽത്ത്. അവരുടെ ബലറാം ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്.
അപ്പൊ ശരിക്കും നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കുന്നില്ല, ഹെൽത്ത് നോക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും പുള്ളിക്കാരത്തി കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ പുള്ളിക്കാരത്തെയും മോശമല്ല ഹെൽത്ത് നോക്കാതിരിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് അതില്ല, കംപ്ലൈന്റ് പറയുകയല്ല. കംപ്ലൈന്റ് പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള പരാതി പറയാറുണ്ട്. ശരിക്കും ആരോഗ്യപരമായിട്ട് ഒന്നും നോക്കാൻ ഒക്കുകയല്ല അല്ലെ, അതിനുള്ള നേരം കിട്ടുകയല്ല. അപ്പൊ വീട്ടിലുള്ള രാവിലെ സാധാരണഗതിയിൽ രാവിലെ വീട്ടിലെ ഭക്ഷണമാണ് കഴിക്കുക, പിന്നെ ഉച്ചയ്ക്ക് മിക്കവാറും പുറത്തുനിന്നായിരിക്കും. രാത്രി പറ്റുമെങ്കിൽ പരമാവധി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും. പക്ഷെ ചില മിക്കവാറും ദിവസങ്ങളിലൊക്കെ പുറത്ത് കഴിച്ചിട്ട് രാത്രി ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം നമ്മുടെ കൺട്രോളിലല്ല. ഇപ്പൊ ഈ തൃത്താലയിലെ ജനങ്ങൾ എന്ത് പറയും? സുഖമാണ്, സന്തോഷമാണ്, അവർക്കാർക്കും ഒരു പരാതിയില്ല. പരാതികളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളുണ്ട്. പറ്റുന്നതാണെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് പരിഹരിക്കാൻ ശ്രമിക്കും, അല്ലാത്തതാണെങ്കിൽ അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഓക്കെ, ഒരു അഡ്വൈസ് ആയിട്ട് ചോദിക്കുവാണ്. ഇപ്പോഴത്തെ കുറേ യൂത്തിലെ കുഞ്ഞുങ്ങൾ നമ്മുടെ പൊളിറ്റിക്സിലേക്ക് വരുന്നുണ്ട്, അറിവോടുകൂടി, ചിലത് പലർ പറഞ്ഞു കേട്ടും ആവേശത്തോടുകൂടിയും വരാറുണ്ട്. പക്ഷേ അവർ ഒരുപാട് തല്ലുകൊള്ളുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണാറുണ്ട്, ഉള്ള നേര് പറയുക. അപ്പം നമുക്ക് ഇച്ചിരി വിഷമം തോന്നുവേ, അവർ ഈ കിടന്ന് നേരിട്ട് നമ്മുടെ പോലീസുകാരുടെ നോക്കെ തല്ലുകൊള്ളുകയല്ലേ. അപ്പം നമുക്ക് ശരിക്കും വിഷമം തോന്നാറില്ല. ഏതൊരു ആ തല്ലുകൊള്ളുന്ന ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് പോലും നല്ലോണം നോവേ. ഇപ്പൊ ഒരു അഡ്വൈസ് അവർക്ക് കൊടുക്കും. അല്ല, ഇത്തരത്തിലുള്ള ഇപ്പോൾ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള തല്ലുകൊള്ളലൊക്കെ ഇതിന് സ്വാഭാവികമാണ്. കാരണം നമ്മളൊരു ഇഷ്യൂവിനോട് അത്രയും ആത്മാർത്ഥമായിട്ട് അവർക്കൊരു റിയാക്ഷൻ വരുമ്പോഴാണ് അങ്ങനെയുള്ള റിയാക്ഷനിലേക്ക് പോകുന്നത്. അത് ഒരു പരിധി വിടുമ്പോൾ സ്റ്റേറ്റിന് അത് ഈ നിലയ്ക്ക് കൺട്രോൾ ചെയ്യാതെ നിവൃത്തിയില്ല. അപ്പോൾ അത് സ്വാഭാവികമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള സാഹചര്യങ്ങളില്ലാതെ തന്നെ ഇഷ്യൂസ് ഗവൺമെൻറ്റുകൾ ഇടപെട്ട് പരിഹരിക്കണം എന്നുള്ളതാണ്. അത് പരിഹരിക്കപ്പെടാതെ വരുമ്പോഴാണ് സമരങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരിക. അപ്പോൾ രണ്ടും വേണം. അത് അവരുടെ ചോയ്സ് തന്നെയാണല്ലോ. അത് അവർ സ്വമേധയാ എടുക്കുന്ന റിസ്ക് ആണ്. അവർക്ക് അങ്ങനെ തല്ലുകൊള്ളുക എന്നുള്ളതല്ല, ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണവും ദോഷവും അനുഭവിക്കുക എന്നുള്ളത്, അതിൻ്റെ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. ആ റിസ്ക് ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അതേ പറയാനുള്ളൂ. അതേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ അക്രമ രാഷ്ട്രീയം ഇല്ലാതാവണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് രണ്ടാമത് തുടങ്ങി. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് ഇപ്പോൾ 2 ആളുകൾ മരിച്ച വീടുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പാരൻസിനോടൊന്നും നമുക്ക് ആശ്വാസവാക്ക് പോലും പറയാൻ കഴിയുന്നില്ല. അപ്പൊ അതൊരു ആ നിലയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. രാഷ്ട്രീയം ഒരിക്കലും അത് പോകാൻ പാടില്ല. ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു കേരളം ഒരു സമാധാനത്തിന്റെ കേരളമായിരിക്കണം. എന്താ പറയാ, പണ്ടൊക്കെ ബാംഗ്ലൂർ ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്റ്റേറ്റ് കേരള തന്നെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ആയിട്ട് മാറട്ടെ. അതാ നമുക്ക് ആഗ്രഹം. വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഒരു ദുഃഖം കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാട്ടോ. തീർച്ചയായിട്ടും. എനിവേ, താങ്ക് യു വെരി മച്ച് ബൽറാം. ഒരുപാട് നല്ല കാര്യങ്ങളാട്ടോ പറഞ്ഞു തന്നെ. ഈ ഷോന് പറ്റുന്ന ഒരു സീരിയസ് അതല്ല, വളരെ സീരിയസ് ആയോ നമ്മൾ മൊത്തത്തിൽ? ഇല്ല, എന്നാന്നറിയോ, ഇതൊക്കെ നമ്മുടെ വീട്ടമ്മമാരും ഈ പറഞ്ഞ എനിക്കും എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹവും. ഇനിയിപ്പോ ഇലക്ഷനൊക്കെ വരാൻ പോവാ, അന്നേരം ഈ ഒരു പൊതുവെ ഒരു വർത്താനം ഉണ്ടല്ലോ, ചുമ്മാ ഇലക്ഷൻ സമയത്ത് വന്ന് വോട്ട് ചോദിക്കും, പിന്നെ വന്ന് ആരും ചെയ്തു തരികയില്ലാന്ന്. ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ എല്ലാവരുടെ ഇടയിലും ഒന്ന് മാറണ്ടേ. അതിനുവേണ്ടി നമ്മളെല്ലാം അറിയണ്ടേ. പിന്നെ നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ അവരോടല്ലാതെ പിന്നെ നമ്മൾ ആരോട് ചോദിച്ചു മനസ്സിലാക്കാനാ? അങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. ഇത് സീരിയസ് ഒന്നുമല്ല, ഞങ്ങൾക്കും സീരിയസ് അല്ല, എന്റെ പ്രേക്ഷകർക്കും സീരിയസ് അല്ല. പക്ഷെ അവർക്ക് ഒരുപാട് അറിവ് കിട്ടിയതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും എനിക്കും വലിയ സന്തോഷമാണ്. നല്ല ഭക്ഷണം, നല്ല ഒരു ടോക്ക്, തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു വെരി മച്ച്.